രണ്ടുപേരും സംസാരവും കേൾവിയില്ലാത്തവരാ. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവന്റെ കൂടെ നിൽക്കുവാനും എവിടെയെങ്കിലും ഒക്കെ പോണെങ്കിൽ ആ കൂടെ ഞങ്ങൾ പോകും. ആളിന്റെ ഒരു വീഡിയോ വൈറലായിരുന്നു. അതിപ്പോ ഓൾമോസ്റ്റ് എല്ലാരും കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരിലോട്ട് എത്തിയിട്ടുണ്ട്. മിമിക്രി എന്ന എല്ലാവർക്കും അനുകരണമാണ്, അവരുടെ ശബ്ദമാണ് എല്ലാവരും അനുകരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നിഷാദ് പൂച്ചാക്കൽ എന്ന വ്യക്തി നടത്തുന്നത്. അദ്ദേഹത്തിന് ജന്മന കേൾവിശക്തിയില്ല. ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അനുകരിച്ചാണ് നിഷാദ് പൂച്ചാക്കൽ വളരെ പ്രശസ്തനായത്. നമ്മളിപ്പോൾ നിഷാദ് പൂച്ചാക്കലിനൊപ്പമാണ് ഉള്ളത്. ഹായ് നിഷാദ്. ഉടൽ നിറയെ അനുകരണമായി നിഷാദ് വേദികൾ നിറയ്ക്കാറുണ്ട്. അനുകരണ കലയിൽ ശബ്ദമില്ലെങ്കിലും നിഷാദിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. നിഷാദ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ചില ശബ്ദങ്ങളല്ലാതെ വാക്കുകൾ പൂർണ്ണമായി ഉണ്ടാകുകയില്ല. എന്നാൽ നിഷാദിന്റെ മൂകാനുകരണം ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. രണ്ടുപേരും സംസാരവും കേൾവിയില്ലാത്തവരാ. ഇവന് കിട്ടിയ ഒരു ഇയർഫോണിൽ നിന്ന് എൻ്റെ മോന് ഇളയാൾക്ക് ഒരെണ്ണം കൊടുത്ത് അവരങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ആ സ്കൂളിലും ഉള്ള സ്റ്റേജിലും ഒക്കെ ആയിട്ട് അവരുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് അഭിനയിച്ച് കാണിക്കുമായിരുന്നു. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. അവന് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ആ കൂടെ ഞങ്ങൾ പോകും, കൂട്ടത്തിൽ കൊണ്ടുപോകും, പരിപാടി അവതരിപ്പിക്കും. സമ്മാനങ്ങൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ നല്ല പ്രോത്സാഹനം വരുന്നതിന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കഴിവുകൾ നമ്മൾ അംഗീകരിച്ച് അത് വളർച്ചയിൽ നല്ല ഭാവി ഉണ്ടാകും എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയി. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവരെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടും ഇതൊക്കെ അനുഭവിച്ചാൽ നമ്മൾ വളർത്തിയെങ്കിലും അവരുടെ ഓരോ വളർച്ച കണ്ടപ്പോൾ പിന്നെ അവരിലേക്ക് തന്നെ നമ്മൾ പോയി. വീടുകൾ തോറും നടന്ന് ആക്രി പെറുക്കിവിറ്റ് ജീവിച്ചിരുന്ന ഷിഹാബുദ്ദീന്റെയും നബീസയുടെയും മക്കളായ നിഷാദിനും നിസാജിനും ജന്മന ശബ്ദവും കേൾവിയും അന്യമായിരുന്നു.